ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ എൻട്രോ ആണ്. ഇതൊരു ട്രാവൽ വ്ലോഗാണ്. ഇപ്പം ഞാൻ ട്രെയിനിലാണ് വിത്ത് മൈ അമ്മ. ഹായ് കൊടുക്ക്. ഹായ്, എൻ്റെ അമ്മയുണ്ട്. ഹായ്. നമ്മളെല്ലാവരും കൂടെ ഗുരുവായൂർ പോവുകയാണ്. സോ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിലാണ്. ട്രെയിൻ എടുത്തിട്ടില്ല, സോ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഗുരുവായൂർ വിശേഷം. നമുക്ക് ചായ കണ്ടോന്നു. ചായ ശ്രീമയ്ക്ക് കോഫിയാണ് കൊണ്ടുവന്നത്. ശ്രീമയ്ക്ക് വേണ്ടതെന്ന് പറയുന്നത്. അമ്മ അപ്പുറത്തെ എൻ്റെ സങ്കടമാണ് അവിടെ കിടന്ന് കൈ കാണിച്ച് തീർക്കുന്നത്. ശ്രീമ വെള്ളം കുടിക്കുന്നു. അമ്മയ്ക്ക് എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയ ഫ്ലേവർ ജിഞ്ചറാണ്. ജിഞ്ചർ മസാല ചായ. ശ്രീമയ്ക്ക് ജിഞ്ചറാണ് കിട്ടിയത്. പക്ഷെ അമ്മയ്ക്ക് ജിഞ്ചർ ഇഷ്ടമല്ല. അമ്മയ്ക്ക് നോർമൽ ചായ വേണം. അപ്പോൾ അവരോട് പറഞ്ഞ് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പം അത് കാരണം അമ്മയ്ക്ക് ഗ്ലാസ് പോലും കിട്ടിയിട്ടില്ല. ശ്രീമയ്ക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ചായ കുടിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജിഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്കുമുണ്ട് ഇവിടെ ബിസ്ക്കറ്റ്. ഞാൻ മുന്നേ ഒരു തവണ ഇവിടെ നിന്ന് തന്നെ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കടലക്കറി. പക്ഷെ കൊള്ളാം. ഇനി വടയുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് കൊള്ളാം. പിന്നെ കേസരി ഉണ്ട്, ഇഷ്ടമല്ല. ഫ്രൂട്ടി ഉണ്ട്, അത് ഞാൻ കുടിക്കത്തില്ല, അത് ഇഷ്ടമല്ല. കഴിച്ചിട്ട് കാണാം. ഓക്കെ. നമ്മളൊരു 9:30 ആകുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരാണ് പോകുന്നത്. ബാഗ് ഗുരുവായൂരല്ല, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോകും. ഞങ്ങൾ കുറച്ച് ഹെയർ സ്റ്റൈൽ മാറ്റി. നേരത്തെ കുറച്ച് വേറെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ഹെയർ സ്റ്റൈൽ മാറ്റില്ല. എന്തോ ഒരു സുഖം തോന്നിയില്ല. ഉറങ്ങിയാണ് സുഖം തോന്നിയില്ല. അവിടെ ഹെയർ സ്റ്റൈൽ
ഏത് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള ഒന്നും ഞാൻ ചോദിക്കാറുള്ള ഒന്നും നിങ്ങൾ കംപ്ലീറ്റ് ആകുന്നില്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തന്നെ മിണ്ടത്തില്ല. ഓക്കെ, ചുമ്മാ അറിഞ്ഞ അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത്. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടി. അവളെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഷ്ണുമായ ടെമ്പിളിലാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ കണ്ടില്ലേ, ഒരു പ്രത്യേകതര അറ്റ്മോസ്ഫിയറാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത്. ഭയങ്കര റിലാക്സ് ആണ് കേട്ടോ. എന്തൊരു ഹെവനിലൊക്കെ വന്ന ഫീലാണ്. അത്രയ്ക്ക് ഭയങ്കര രസമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. നിങ്ങൾ ഗുരുവായൂർ തൃശ്ശൂരിലെല്ലാം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിക്കവരും വരാറുണ്ടെന്ന്. എന്തായാലും ഭയങ്കര രസമുണ്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് തൊഴുത്തിട്ടതായിട്ട് ഗുരുവായൂർ എത്തി കേട്ടോ. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഓടി നമ്മൾ റൂമിൽ കയറുന്നതിന് മുന്നേ ഓടി ഇവിടെ ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് വന്നു. ഞാൻ നല്ല മീൽസ് പറഞ്ഞു, ഞാൻ വന്നിട്ട് കാണിച്ചു തരാനത്. ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി. നമ്മൾ കഴിക്കാൻ കയറിയത് റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ 20 മിനിറ്റ്സ് ഡിലേ ഉണ്ട്. റൂംസ് നമ്മളവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ പകുതിയോളം ക്ഷീണമായി. ഭയങ്കര ചൂട് കാരണം അവിടെ കിടക്കുന്നതിൽ പോയപ്പോഴും ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. ഭയങ്കര ചൂട് കാരണം അങ്ങ് തളർന്നങ്ങ് പോവുക. അയ്യോ, അങ്ങനെ ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ബെഡ് നമ്മൾ ഉറങ്ങിയാൽ മതി എന്നുള്ള ഇതില്ല. നമ്മളിനി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് തൊഴാനായിട്ട്. സോ ഇനി ഞാൻ കൂടുതൽ ലാഗാക്കുന്നില്ല. റൂം കിട്ടുമ്പോൾ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് ഉറങ്ങുക. നോക്കാരെ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ഇത് പഞ്ചമിയുടെ കസിനുണ്ട്. കസിനല്ലേ? കസിനാണ്. അയ്യോ പഞ്ചമിയുടെ അമ്മയൊക്കെ ഉണ്ട്. ഇവര് കാറി വന്നു, നമ്മൾ ട്രെയിനിൽ വന്നു. അത്ര ഡിഫറൻസ്. റൂമൊക്കെ എടുത്തെടുത്തെങ്കിൽ ഉറക്കം പറഞ്ഞല്ലേ ക്ഷീണം. ഹലോ, ഞാൻ എന്താ റെഡിയായി. നമ്മൾ എന്നാൽ കൃഷ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. അമ്മമ്മയൊക്കെ നമ്മളെ കാണിച്ചിട്ട് നമ്മളെല്ലാവരും പിങ്കാണ് കേട്ടോ. പിങ്ക് നമ്മളല്ലേ പഞ്ചമി പിങ്കാണ്. അറിയാ നമ്മള് തൊഴമ്പുവാണ്. ആസ് യു ഓൾ നോ, അവിടെ ക്യാമറ അലോഡ് അല്ല. അതുകൊണ്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ, ഹൗ ഡു ഐ ലുക്ക്? ഹാഫ് സാരിയാണ്. ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തു തരാൻ പറയാം. ഓക്കെ, ഇത് പഞ്ചമിയും പിങ്ക്. നമ്മളൊരു വേറെ പിങ്ക്. അവൾ വേറെ ഷെയ്ഡ്, ഞാൻ വേറെ ഷെയ്ഡ്. അല്ല, ഇത് പർപ്പിളാണ്. പർപ്പിളാണ്. വേറെ പർപ്പിൾ. ഓക്കെ, ആ മാല ഒരുപോലെ. ഓക്കെ, ഡൺ.
മനസ്സിൽ മിഥുന മഴ പൊഴിയുമഴകിൽ ഒരു മയിലിനലസലാസ്യം, ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം, സ്വരകളികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു, രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു. മനസ്സിൽ മിഥുന മഴ പൊഴിയുമഴകിൽ ഒരു മയിലിനലസലാസ്യം, ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം. ഹലോ, നമ്മളിത് ഉച്ചയ്ക്ക് വന്ന് വീണ്ടും ഉള്ള ഹോട്ടലിലെത്തി. തളർന്നു പോയി. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ കുറേ ഇല്ല. നല്ല വൃത്തിയെ തൊഴുതു, അടിപൊളിയായിട്ട് തൊഴുതു, നല്ല സമാധാനത്തോടെ തൊഴുതു. തള്ളൊക്കെ ഉണ്ട്, സ്റ്റിൽ നന്നായിട്ട് കാണാൻ പറ്റും, കുറേ നേരം കാണാൻ പറ്റും. കാരണം ആലിമയില് ഇരിക്കുന്ന ഓടക്കുഴയിൽ വെച്ചിരിക്കുന്ന കൃഷ്ണകർക്കും ഭയങ്കര രസമായിരുന്നു കാണാൻ. അയ്യോ, എൻ്റെ നമ്മളൊക്കെ ഗോ ടു പ്ലേസാണ് ഗുരുവായൂർ. ഇങ്ങോ അയ്യോ, സംഗമി ഇപ്പം എൻ്റെ ഹാഫ് സാരിയൊക്കെ ഇവിടെ എടുക്കുന്നതാണ് തോന്നുന്നത്. കാരണം ചായ കുടിക്കുന്നു. ഞാൻ ലൈം പറഞ്ഞു എക്സോസ്റ്റ് ടൈപ്പ് തൊഴുതു. ഇങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് തൊഴുതു. ആലിലയിൽ ഇരിക്കുന്ന രീതിയിലല്ലേ ആലിലയിൽ ഇങ്ങനെ, അതെ, ഈ സൈഡിലായിരുന്നു അവിടെ കാല് ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ തൊഴാൻ പറ്റും. ഹാപ്പി ഹാപ്പി ഹാപ്പി. നമ്മൾ പിന്നെ മെയിൻ കാര്യം ഒന്നാമതോടെ ക്യാമറ അലൗഡ് അല്ല, പിന്നെ ഇപ്പം സ്ട്രിക്ട്ലി വീഡിയോ ഒട്ടുമേ അലൗഡ് അല്ല. ഒന്നാണ് കുറേ നമുക്ക് എടുക്കാൻ പറ്റാത്ത, നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെന്താ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, രണ്ടണേ എൻ്റെ പട്ടുദോശ വന്നു. നമ്മൾ കുറച്ച് ദോശ ഇവിടെ എടുക്കാം. എന്നിട്ട് വരൂ, നമ്മള് എന്ത് ടേസ്റ്റാണ്. ആദ്യം റെഡ് ചട്നി എടുക്കുക, അങ്ങോട്ട് നല്ല ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. Too good. അയ്യോ, മൂന്ന് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ തരാം. അവിടെ നിന്നുണ്ടല്ലോ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി റൂമിൽ വന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ഇറങ്ങി നേരത്തെ റൂമിൽ വന്നു. അമ്മയും അമ്മൂമ്മയും കൂടെ ഇവിടെ അടുത്തൊരു സ്റ്റോർ ഉണ്ട്, അവിടെ ഫാൻസി സ്റ്റോർ അല്ലേ, കുപ്പിവെള്ളം എന്താ അപ്പൊ അവിടെ കയറിയപ്പോ നിറച്ചും കുപ്പിവെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കിത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുപ്പിവളകളാണിത്. എനിക്ക് കുപ്പിവെള്ളം നല്ല ക്രേസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കിട്ടാത്ത കളേഴ്സ് ഒക്കെ ഉണ്ട്, അതായത് യെല്ലോ. എനിക്ക് ഇന്ന് എൻ്റെ ബ്ലോഗിൽ കണ്ടാൽ തന്നെ ഞാൻ കുറേ തൊട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. എനിക്ക് കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെല്ലോ എൻ്റെ കയ്യിൽ ഇല്ല.
ഇത് ഇവിടെ ഇരിക്കുന്ന ഇത് എനിക്ക് ഇതിൻ്റെ കളർ വേറൊരു കളർ കുപ്പികളല്ല അല്ല ബ്ലാക്ക് എവിടെ ഇവിടെയൊക്കെ കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഇത് അമ്മ പോയത്. ഇനി നാളെ ഞാൻ ഒന്നും കൂടെ പോയിട്ട് കുറച്ചും കൂടെ അവിടെ നിന്നല്ലേ അല്ലേ? ആ ഓക്കെ. ഇത് കണ്ടപ്പോൾ ഇവിടെ സന്തോഷം. അതുകൊണ്ട് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്ന ഞാൻ ഇത് കണ്ടതും പെട്ടെന്ന് വ്ലോഗ് എടുത്ത് അതൊന്ന് ഇതാക്കി വെച്ചു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ടൈം ഒരു 4:45 ഒക്കെ ആയിട്ടോ. എന്തായാലും സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമേ. നമ്മൾ തൊഴുതു. പക്ഷെ തൊഴുതെന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഒരു 1 അവർ നമ്മൾ അവിടെ തന്നെ നിന്ന് 2 മണിക്കൂർ 5:20 ആയപ്പോൾ നമ്മൾ പോയിട്ട് 7:30 നമ്മൾ അകത്തുന്നത്. അങ്ങോട്ട് പോകാൻ വിട്ടത് 7:30. അങ്ങനെ 2 മണിക്കൂർ അവിടെ നിന്ന്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ തൊഴാൻ വേണ്ടി ഇത്ര 2 മണിക്കൂറൊക്കെ നിൽക്കണം. സോ ഗൈസ്, ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈകിട്ടുകയാണ്. ഇനി കുറച്ചും കൂടെ നമ്മൾ ട്രെയിനിൽ പോവും, ഗുരുവായൂർ പോവും. സോ അത്രയൊക്കെയാണ് എൻ്റെ ഗുരുവായൂർ യാത്ര വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ബൈ ബൈ.